സംസ്ഥാനത്ത് നാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നത് ആശങ്കയായി മാറുന്നു. 20 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് ചരിഞ്ഞത് 4 നാട്ടാനകൾ. ഈ വർഷം ഇതുവരെ മൺമറഞ്ഞത് 16 ഗജവീരന്മാർ. ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും നാടിനെ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് ഗജവീരന്മാർ നാട് നീങ്ങുന്നത്. ജൂൺ മാസത്തിൽ മാത്രം 4 ഗജവീരന്മാരാണ് വിവിധയിടങ്ങളിൽ ചരിഞ്ഞത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനയായ തമ്പുരാൻ നാരായണൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആനയായ ജൂനിയർ അച്യുതൻ, തിരുവാറന്മുള പാർത്ഥസാരഥി, പരിയാനംപറ്റക്കാവ് പരമേശ്വരൻ എന്നീ ആനകളാണ് ഈ മാസത്തിൽ വിട പറഞ്ഞത്. 2009 കണക്കനുസരിച്ച് കേരളത്തിൽ 704 നാട്ടാനകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 553 കൊമ്പനാനകളും 121 പിടിയാനകളുമാണ്. എന്നാൽ ഇതിനകം ചെരിഞ്ഞ ആനകളുടെ കണക്കനുസരിച്ച് നോക്കിയാൽ 600-ൽ താഴെ ആനകൾ മാത്രമേ സംസ്ഥാനത്തുണ്ടാകാൻ സാധ്യതയുള്ളൂ. വനവകുപ്പിന്റെ രേഖകളിൽ 560 ആനകളാണ് സംസ്ഥാനത്തുള്ളത്. അടുത്തയിടെയായി നാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയാണ്. ഇപ്രകാരം നാട്ടാനകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ 25 വർഷത്തോടെ കേരളത്തിലെ നാട്ടാനകൾ വിരലിൽ എണ്ണാവുന്നവ മാത്രമേ ശേഷിക്കുകയുള്ളൂവെന്നാണ് ആനപ്രേമികളുടെ പക്ഷം. ഈ വർഷം ഇതുവരെ 16 ആനകൾ ചരിഞ്ഞപ്പോൾ 2016-ൽ 24 ആനകളാണ് മൺമറഞ്ഞത്. തൃശൂർ പൂരത്തിന് തിടമ്പേറ്റാറുള്ള തിരുവമ്പാടി രാമഭദ്രൻ, പാറമേക്കാവിന്റെ ഗജനിരയിലെ താരവും ഇരുമുടിക്കെട്ടേന്തി ശബരിമല കയറിയ ചിറക്കൽ മഹാദേവൻ, തിരുവമ്പാടിയുടെ അടിയാട്ടയ്യപ്പൻ, തിരുവമ്പാടി ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ കേശവൻകുട്ടി, ഗുരുവായൂർ രാമൻകുട്ടി, സത്യനാരായണൻ, ചിറ്റിലപ്പള്ളി രാജശേഖരൻ, കൂറ്റനാട് മധു, വൈലാശ്ശേരി കാളിദാസൻ, മനിശ്ശേരി ദേവദത്തൻ, നാഗിരിമന കേശവൻ എന്നിങ്ങനെയുള്ള ഗജവീരന്മാർ അടുത്ത കാലത്താണ് വിട പറഞ്ഞത്. പ്രായാധിക്യത്തിനൊപ്പം എരണ്ടക്കെട്ട്, വാദം, ഹൃദയാഘാതം, ദഹന സംബന്ധമായ അസുഖങ്ങൾ എന്നിവയെല്ലാമാണ് ഗജവീരന്മാർക്ക് ഭീഷണിയാകുന്നത്. ആനകളെ കാട്ടിൽ നിന്നും പിടിക്കുന്നതും പ്രജനനം നടത്തുന്നതും ഇല്ലാതായതോടെ സമീപഭാവിയിൽ നാട്ടാനകൾ വംശനാശ ഭീഷണി നേരിടേണ്ടി വരുമെന്നാണ് ആനപ്രേമികളുടെ ആശങ്ക. TCV ന്യൂസ്, തൃശൂർ.